ഹായ് ഹലോ നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LD എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന്റെ ഡേറ്റ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഇതുവരെ നടന്ന 2024 PSC ചോദിച്ചിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? മിന്നുമണിയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ താരമാണ് ആര്? മിന്നുമണി. ICC വുമൺസ് 2020 വേൾഡ് കപ്പ് 2023 ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. അപ്പോൾ ഇതാണ് ചോദിച്ച ചോദ്യം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആര് എന്നതായിരുന്നു ചോദ്യം. ആരാണ്? മിന്നുമണിയാണ്. അടുത്ത ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റ് ആണ്. ICC വുമൺസ് 2020 വേൾഡ് കപ്പ് 2023 ജേതാക്കൾ ഓസ്ട്രേലിയ ആണ്. ICC വുമൺസ് 2020 കപ്പ് ഓർക്കുക. വുമൺസ് 2020 വേൾഡ് കപ്പ് 2023 ജേതാക്കൾ ഓസ്ട്രേലിയ ആണ്. റണ്ണറപ്പ് ആയത് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്ക. വേദി എവിടെയായിരുന്നു? കേപ്പ് ടൗൺ ആയിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ ആയിരുന്നു ICC വുമൺസ് 2020 വേൾഡ് കപ്പിന്റെ വേദി. കേപ്പ് ടൗൺ ആയിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് നമുക്കേവർക്കും പ്രിയപ്പെട്ട സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിന് കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ദേശീയ ഹരിത ട്രിബ്യൂണൽ ആണ്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ അടുത്തിടെ തീപിടുത്തമുണ്ടായി. അപ്പോൾ അതിന് കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 10. ICC പുരുഷ വേൾഡ് കപ്പ് 2023 ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. 6ാമത്തെ കിരീടമാണ് ഓസ്ട്രേലിയ നേടുന്നത്. ICC പുരുഷ വേൾഡ് കപ്പ് 2023 ജേതാക്കൾ ഓസ്ട്രേലിയ. 6ാമത്തെ കിരീടം. റണ്ണറപ്പ് ആയത് ഇന്ത്യയാണ് റണ്ണറപ്പ്. വേദിയും ഇന്ത്യ തന്നെയായിരുന്നു. ICC പുരുഷ വേൾഡ് കപ്പ് 2023 ആണ്. ഓർക്കുക, 2020 അല്ല, പുരുഷ വേൾഡ് കപ്പ് ആണ്. ICC പുരുഷ വേൾഡ് കപ്പ് 2023 ജേതാക്കൾ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ 6ാമത്തെ കിരീടമായിരുന്നു. റണ്ണറപ്പ് ആയത് ഇന്ത്യ. വേദിയും ഇന്ത്യ തന്നെയായിരുന്നു. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് പരമ്പരയിലെ താരം 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് പരമ്പരയിലെ താരം ആരാണ്? വിരാട് കോഹ്ലി ആയിരുന്നു 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് പരമ്പരയിലെ താരം. 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. ഇപ്പോൾ നമ്മൾ ജൂലൈ മാസം ഫാക്ട് എടുത്തപ്പോഴും പത്രത്തിലുണ്ടായിരുന്നു. എന്താണ്? സുപ്രീം കോടതി ബെഞ്ച് തികച്ചു എന്നൊക്കെ. അതിലും പത്രത്തിൽ കറക്റ്റ് വന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അപ്പോൾ എത്രാമത്തെയാണ്? 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ധനഞ്ജയ് Y ചന്ദ്രചൂഡ്. ഓർത്തിരിക്കുക. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. ആരാണ്? അമേരിക്കയിലെ ക്ലോഡിയ ഗോൾഡിൻ ആണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയത്. പ്രത്യേകതയുണ്ട്. സാമ്പത്തിക നൊബേൽ നേടുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ. സാമ്പത്തിക നൊബേൽ നേടുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളുടെ ഉൽപാദനവും വിലയിരുത്തലുകളും കണക്കിലെടുത്തിയാണ് നൊബേൽ ലഭിച്ചത്. അപ്പോൾ ക്ലോഡിയ ഗോൾഡിന് എന്തിനാണ് നൊബേൽ സമ്മാനം, സാമ്പത്തിക നൊബേൽ നൽകിയത്? സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളുടെ ഉൽപാദനവും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് ക്ലോഡിയയ്ക്ക് 2023 സാമ്പത്തിക നൊബേൽ ലഭിച്ചത്. അടുത്തിടെ ചൈനയിലെ കുട്ടികളെ ബാധിച്ച വൈറസ് ഏതാണ്? അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ്? H9N2 ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലും ഇത് പഠിച്ചതാണ്. ഒന്നുകൂടെ ഓർത്തിരിക്കുക. റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധയാണ്
H9N2. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൺ സിൻക്രണൈഡ് ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൺ സിൻക്രണൈഡ് ഉപഗ്രഹം ഏതാണ്? IRA-1A. ഏതാണ്? IRA-1A ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൺ സിൻക്രണൈഡ് ഉപഗ്രഹം. ഇൻസാറ്റ് 3DS 2024 ഫെബ്രുവരി 17 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹമാണിത്. അപ്പൊ എന്താണ് ഇൻസാറ്റ് 3DS? 3DS എന്താണ്? ഇൻസാറ്റ് 3DS എന്താണ്? 2024 ഫെബ്രുവരി 17 ഇന്ത്യ അല്ലെങ്കിൽ ISRO വിജയകരമായി വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. മറക്കരുത്, ഓർത്തിരിക്കുക. 2024 ഫെബ്രുവരി 17 ISRO വിജയകരമായി വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. അതിന്റെ വിക്ഷേപണ വാഹനമാണ് GSLV F-14. ഇൻസാറ്റ് 3DSന്റെ വിക്ഷേപണ വാഹനമാണ് GSLV F-14. അപ്പോ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൺ സിൻക്രണൈഡ് ഉപഗ്രഹം എന്നായിരുന്നു ചോദ്യം. IRA-1A ആണ്, മറക്കരുത്. രാഹുൽ ദ്രാവിഡിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ച് ആകുന്നത് ആരാണ്? ഗൗതം ഗംഭീർ ആണ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന് ചോദിച്ച ചോദ്യമാണ്. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു, കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ജൂലൈ മാസത്തിലാണ് ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ചായി നിയമിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ ക്വസ്റ്റ്യൻ ആണ്. രാഹുൽ ദ്രാവിഡിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ച് ആകുന്നത് ആരാണ്? ഗൗതം ഗംഭീർ. ചില ഫാക്ടുകളൊക്കെ ഓൾറെഡി ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് PSC കറണ്ട് അഫയേഴ്സ് ആയിട്ടൊക്കെ ചോദിക്കുന്നത്. നമ്മൾ അറിഞ്ഞു വരുന്നത് എക്സാമിന് വളരെ അടുത്ത മാസങ്ങളിലാണെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സ് മുന്നത്ത് നോക്കണമെന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കണമെന്ന് പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ 88/2024 ചോദ്യമാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാനാണ് രഘുവേന്ദ്ര തൻവാർ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാനാണ് രഘുവേന്ദ്ര തൻവാർ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. ഇത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ഇതും ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. 88/2024 കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ഏറ്റവും വനിതാ പ്രാതിനിധ്യമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. നമ്മൾ ഇലക്ഷനൊക്കെ പറഞ്ഞപ്പോൾ പഠിച്ച കേസാണ്. അപ്പോൾ റിലേറ്റഡ് ഫാക്ട് ഇലക്ഷനൊക്കെ നോക്കുക, എല്ലാവരും എല്ലാം നോക്കി പോവുക. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും വനിതാ പ്രാതിനിധ്യമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ, നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ് ആണ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ, നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രിയെ നമുക്കറിയാം, സഹമന്ത്രിയെ ചോദിച്ചിരിക്കുകയാണ്. 112/2024 എന്തുകൊണ്ട് സഹമന്ത്രിയെ ചോദിച്ചു? അടുത്തിടെ ബജറ്റ്, നമുക്കൊരു ഇന്ററിം ബജറ്റും നമുക്ക് വാർഷിക ബജറ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് റിലേറ്റഡ് ആയി ചോദിച്ചതാണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? പങ്കജ് ചൗധരി. ഇപ്പോൾ എപ്പോഴും നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പറയുന്നതാണ്, ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട് PSC കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇത് ബജറ്റുമായി ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു ചോദ്യമാണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? പങ്കജ് ചൗധരി. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ CRPCക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ്? ഭാരതീയ നഗരിക് സുരക്ഷാ സംഹിത. ഇത് ഓപ്ഷനിൽ ഭാരതീയ സുരക്ഷാ സംഹിത എന്നൊക്കെ കിടപ്പുണ്ടായിരുന്നു. കൃത്യമായിട്ട് പഠിക്കുക. ഭാരതീയ നഗരിക് സുരക്ഷാ സംഹിതയാണ് CRPCക്ക് പകരം വന്നത്. ഭാരതീയ സുരക്ഷാ സംഹിതയല്ല. പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക.
നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആര്? നാറ്റോയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യം വന്നു. നാറ്റോ നമുക്ക് പ്രത്യേകം തന്നെ ഒരു ക്ലാസ് ചെയ്യണം. ഇതെന്തായാലും നോക്കാം. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ജെൻസ് സ്റ്റോൾട്ടൻബെർഗ്. ആരാണ്? ജെൻസ് സ്റ്റോൾട്ടൻബെർഗ്. നാറ്റോയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ നമുക്ക് നാറ്റോയെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. അടുത്ത LDക്ക് മുന്നേ തന്നെ നമുക്ക് ആ ക്ലാസ് നോക്കാം. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ജെൻസ് സ്റ്റോൾട്ടൻബെർഗ്. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചിലവഴിച്ച ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ഇതൊരു GK ഫാക്ട് ആണ്. എന്നിരുന്നാലും ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്. എന്തുകൊണ്ട് ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്? നമുക്കറിയാം സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് പോയിട്ട് ഒത്തിരി നാളായി. അവർ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. സുനിത വില്യംസിന്റെ ക്ലാസ് എടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട് GK ആയിട്ട് ചോദിക്കാം. അത്തരത്തിൽ വന്ന ഒരു ചോദ്യമാണ്. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചിലവഴിച്ച ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്. ആ ക്ലാസ് പറഞ്ഞപ്പോൾ കൂടുതൽ സമയം ചിലവഴിച്ച ഇന്ത്യൻ വനിത, കൂടുതൽ സമയം ചിലവഴിച്ച വനിത ആരാണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ക്ലാസ് കാണാത്തവർ തീർച്ചയായും അത് കാണുക. റിലേറ്റഡ് ആയിട്ട് ഇനിയും ചോദ്യങ്ങൾ വരാം. കാരണം ഇതുവരെയും സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരിച്ചെത്തിയിട്ടില്ല. ഓർത്തിരിക്കുക. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചിലവഴിച്ച ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ്. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവലാണ് വല്ലി. അപ്പോ ചോദ്യം തിരിച്ചും വരാം. വല്ലി വയനാട് പശ്ചാത്തലമാക്കിയ നോവലായ വല്ലി എഴുതിയത് ആര്? ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആരെ ഓർമ്മ വരും? P. വത്സലയെ ഓർമ്മ വരും. P. വത്സലയാണ് വയനാട് പശ്ചാത്തലമാക്കി 1-2 നോവലുകൾ എഴുതിയിട്ടുള്ളത്. നമ്മൾ പഠിച്ചതാണ്. നെല്ല് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇതെന്താണ്? ഇത് നെല്ലല്ല, ഇത് വല്ലിയാണ്. വയനാട് ദേശം പശ്ചാത്തലമാക്കി ആരാണ് വല്ലി എഴുതിയത്? ഷീല ടോമി. ഷീല ടോമിയാണ്. മറക്കരുത്. വയനാട് ദുരന്തമൊക്കെ നടന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫാക്ട് നമുക്ക് നോക്കാം. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെ പറ്റി നമ്മുടെ എഴുത്തുകാരനായ പ്രഭാവർമ്മ ഒരു കവിത എഴുതിയിട്ടുണ്ട്. പ്രഭാവർമ്മ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഏതാണത്? ഉറ്റവർ. ഏതാണ്? ഉറ്റവർ. ഉറ്റവർ എഴുതിയത് ആരാണ്? പ്രഭാവർമ്മ. ആരാണ് എഴുതിയത്? പ്രഭാവർമ്മ. എന്താണ് പശ്ചാത്തലം? അവിടെ നടന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കവി പ്രഭാവർമ്മ എഴുതിയ കവിതയാണ് എന്ത്? ഉറ്റവർ. മറക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരുന്ന പരീക്ഷകളിലൊക്കെ നമുക്കിത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വയനാടൻ പോക്കിനാവ് എഴുതിയത് ആര്? എന്താണ്? ഒരു വയനാടൻ പോക്കിനാവ്. ഒരു വയനാടൻ പോക്കിനാവ് എഴുതിയത് ആരാണ്? വേണു നമ്പ്യാർ. ആരാണ്? വേണു നമ്പ്യാറാണ് ഒരു വയനാടൻ പോക്കിനാവ് എഴുതിയത്. അപ്പോൾ വല്ലി എഴുതിയത് ഷീല ടോമി. ഷീല ടോമി വയനാട് പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് വല്ലി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ദൗത്യവുമായി, ആ സുരക്ഷാ ദൗത്യം കണ്ടിട്ട് പ്രഭാവർമ്മ എഴുതിയ കവിതയാണ് ഏത്? ഉറ്റവർ. അപ്പോൾ ഉറ്റവർ എഴുതിയത് പ്രഭാവർമ്മയാണ്. അങ്ങനെയെങ്കിൽ ഒരു വയനാടൻ പോക്കിനാവ് എഴുതിയത് ആരാണ്? വേണു നമ്പ്യാരാണ്. ഒരു വയനാടൻ പോക്കിനാവ് എഴുതിയത് വേണു നമ്പ്യാർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ്? നമ്മൾ AI പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷയാണ് പൈത്തൺ. 112/2024 ചോദിച്ച ചോദ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ്? പൈത്തൺ ആണ്. 2024 2020 ക്രിക്കറ്റിൽ ഫൈനൽ മത്സരിച്ച രാജ്യങ്ങൾ ഏത്? നമ്മൾ പഠിച്ചതാണ്. 2024 2020 ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ്. വിജയി ഇന്ത്യയാണ്. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് ഫൈനൽ മത്സരിച്ച രാജ്യങ്ങൾ. 2023 വയലാർ അവാർഡ് ജേതാവ്. ഇതൊക്കെ ആ സെയിം ക്വസ്റ്റ്യനിൽ വന്നതാണ്. 2023 വയലാർ അവാർഡ്. നമ്മളെ കോഡ് എല്ലാവരും ഓർക്കുന്നുണ്ടോ?
ഈ അവാർഡുകൾ കാണാത്തവർ തീർച്ചയായും കാണുക. വളരെ നല്ലൊരു കോഡാണ് നമ്മൾ വയലാർ അവാർഡിന് പഠിപ്പിച്ചത്. 2021, 22, 23, 2021 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നു കോഡ്? വയലിൽ പണിയെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ബെന്യാമിൻ ഹരീഷിന്റെ മീശ പിടിച്ചു വലിച്ച് ശ്രീകുമാരൻ ഒരു പെൻഡുലം ഉണ്ടാക്കി കൊടുത്തു. ഇതായിരുന്നു നമ്മുടെ കോഡ്. ക്ലാസ് കാണാത്തവർ കാണുക. മറ്റ് അവാർഡുകൾക്കും കോഡ് ഇട്ടിട്ടുണ്ട്, എന്താണെന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയായിരുന്നു കോഡ്? വയലിൽ പണിയെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ബെന്യാമിൻ. 2021 വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിൻ. കൃതി ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 ഹരീഷ്. കൃതി മീശ. 2023 ശ്രീകുമാരൻ തമ്പി. ഏതായിരുന്നു കൃതി? ഏതായിരുന്നു? ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലത്തിനാണ് 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിക്കുന്നത്. 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാജീവ് ഗാന്ധി. നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ്. പുതിയ ലോകസഭ വന്നപ്പോൾ അതിലെ മന്ത്രിമാരൊക്കെ പഠിച്ചു. അതിലൊക്കെ നമ്മൾ രാജീവ് ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാജീവ് ഗാന്ധിയാണെന്നൊക്കെ പറഞ്ഞു. ഇതും റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഏതായിരുന്നു? 112/2024 ചോദ്യമാണ് ഇതെല്ലാം. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? 75 ഓർത്തിരിക്കുക. പാർലമെന്റും നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയായിരുന്നു? 75. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെ ആദരിക്കാൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏത്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. എന്താണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം? ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെ ആദരിക്കാൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. ഇന്ത്യയുടെ പുതിയ ചൈനീസ് സ്ഥാനപതി. 095/2024 ചോദ്യമാണ്. ഇന്ത്യയുടെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര്? ഷു ഫെയ് ഹോങ്. ആരാണ്? ഷു ഫെയ് ഹോങ് ആണ് ഇന്ത്യയുടെ പുതിയ ചൈനീസ് സ്ഥാനപതി. ഷു ഫെയ് ഹോങ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ. എന്താണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ആരുടേതാണ്? PR ശ്രീജേഷ്. ആരുടേതാണ്? PR ശ്രീജേഷ്. അടുത്തിടെ ഹോക്കി, അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്. PR ശ്രീജേഷിനോടൊപ്പം വിരമിച്ച അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ എത്രയാണ്? 16. ഒളിമ്പിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ എല്ലാം പറഞ്ഞതാണ്. PR ശ്രീജേഷിനൊപ്പം തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ച മറ്റൊരു താരം ഹോക്കി താരമല്ല, ഗുസ്തി താരമാണ്. ആര്? വിനേഷ് ഫോഗട്ട്. ക്ലാസ് കാണാത്തവർ തീർച്ചയായും കാണുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ആരുടേതാണ്? PR ശ്രീജേഷ്. ഇനിയും ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. PR ശ്രീജേഷിന്റെ ആത്മകഥ എന്താണ്? ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതയായ മലയാളി താരം നമുക്ക് എല്ലാവർക്കും അറിയാം, PT ഉഷ. ഇതൊക്കെ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? എങ്ങനെയായിരുന്നു? ബുക്കർ പുരസ്കാരം നമ്മൾ എപ്പോഴും പറയുന്നു ബുക്കർ സമ്മാനം. ബുക്കർ സമ്മാനം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? ഏതൊക്കെയാണ്? അയർലൻഡ്, UK. അയർലൻഡിലും UKയിലും പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് ബുക്കർ പുരസ്കാരം നൽകുന്നത്. ഓർത്തിരിക്കുക. ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു. ഡീറ്റെയിൽഡ് ആണ് ക്വസ്റ്റ്യൻ. ഒരു ഉത്തരത്തോടു കൂടിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ L1 സെപ്റ്റംബർ 2, 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്നതിൽ L1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? L1 എല്ലാവർക്കും അറിയാം, എന്താണ്? ലഗ്രാഞ്ചിയൻ പോയിന്റ് 1. L1 എന്താണ്? ലഗ്രാഞ്ചിയൻ പോയിന്റ് 1. നമ്മുടെ ആദിത്യ L1 പോയത് എങ്ങോട്ടാണ്? ലഗ്രാഞ്ചിയൻ പോയിന്റ് 1ലേക്കാണ് ആദിത്യ L1 പോയത്. എന്താണ് ലഗ്രാഞ്ചിയൻ പോയിന്റ് 1ന്റെ പ്രത്യേകത? സൂര്യനെ മുഴുവൻ സമയവും വീക്ഷിക്കാം എന്നതാണ് ലഗ്രാഞ്ചിയൻ പോയിന്റ് 1ന്റെ പ്രത്യേകത.
കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കൊല്ലം LDയിലെ ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂര്. ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ്? 1%. 1% മാത്രമാണ്. ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ 1%. നമ്മൾ ആദിത്യ L1 പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ആദിത്യ L1 അതായത് നമ്മുടെ ലഗ്രാഞ്ച് പോയിന്റ് 1 ഭൂമിയും തമ്മിലുള്ള അകലം 15 ലക്ഷം കിലോമീറ്ററും ലഗ്രാഞ്ച് പോയിന്റ് 1 സൂര്യനും തമ്മിലുള്ള അകലം എത്രയാണെന്ന് പറഞ്ഞേ? 15 കോടി കിലോമീറ്റർ. ഏകദേശം 15 കോടി കിലോമീറ്ററുമാണെന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ 1% മാത്രമാണ്. അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ 1% മാത്രമാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണ്? ബാംഗ്ലൂരാണ്. ഇതെല്ലാം കൊല്ലം LDക്ക് ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? അണ്ടർ-17 2023 അണ്ടർ-17 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയായിരുന്നു വേദി. മലയാള വിഭാഗത്തിൽ 2023 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രിയ S-നാണ്. മലയാള വിഭാഗത്തിൽ 2023 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രിയ S. അപ്പോൾ ഇത്രയുമാണ് 2024 PSC ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഇതിനു മുന്നേ തന്നെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് 2024 ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അത് കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ പല ചോദ്യങ്ങളും PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക്